Okay, good afternoon, all of you. Due to the network issue, I was not able to post the class as early. So, today's class we can discuss about intra-species classification. So, in the last session, we have discussed until genetic classification of the bacteria. Now, today's class, I'm going to talk about intra-species classification. So, this intra-species classification, it makes an attempt to subclassify species of a bacteria. അതായത് ഈ സ്പീഷീസിനെ തന്നെ വീണ്ടും സബ്ക്ലാസിഫൈ ചെയ്യുന്നതാണ് intra-species classification. And it is classified based on the biochemical properties that are biotypes എന്ന് പറയും, antigenic property, serotypes, susceptibility to the bacteriophage, that is phage type, within the base, and also production of bacteriocins, that is colicin type. within the ബേസിലാണ് നമ്മൾ ബാക്ടീരിയനെ അതായത് സബ് ക്ലാസിഫൈ ചെയ്യുന്നത്. ബാക്ടീരിയൽ സ്പീഷീസിനെ തന്നെ വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്യുന്നത് ഈ 4 ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. റീസെൻ്റ്ലി molecular methods have increasingly been used for intra-species classification of microorganisms, especially viruses. അപ്പോൾ അതിനു മുമ്പായിട്ട് we should be familiar with some of the important terms. First one is pure culture. So what do you mean by pure culture in microbiology? It is a laboratory culture containing a single species of organism. ഈ പിക്ചറിൽ നോക്കിയാൽ അറിയാം, ഇതിൽ ഒറ്റ ടൈപ്പ്, ഈ ഒരു പ്ലേറ്റിൽ ഒരു ടൈപ്പ് ഓർഗാനിസത്തിനെ മാത്രമേ കാണുന്നുള്ളൂ. ഗ്രീൻ കളർ, സെൻറ്ററിൽ ബ്ലാക്ക് ആയിട്ടുള്ള ഓർഗാനിസം. അപ്പോൾ ഇൻഡിവിജ്വൽ കോളനിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കാത്ത വിധം ആണ് ഇതിൻ്റെ ഗ്രോത്ത്. ഇവിടെ നമുക്ക് ഇൻഡിവിജ്വൽ കോളനി കിട്ടിയിട്ടുണ്ട്. ദിസ് പ്ലേറ്റ്, അപ്പോൾ ഇതിലൊരു ടൈപ്പ് കോളനിയെ കാണുന്നുള്ളൂ. സോ ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ പ്യുവർ കൾച്ചർ. So this pure culture is usually derived from a mixed culture, one containing many species ആണ് mixed culture. By transferring small sample into a new sterile growth medium in such a manner to disperse the individual cells across the medium surface, or by thinning the sample many-fold before inoculating to the new medium. അപ്പോൾ ഈ മിക്സഡ് കൾച്ചർ എന്നൊരു പ്രത്യേക കോളനി മാത്രം എടുത്ത് കൾച്ചർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒറ്റ സ്പീഷീസിനെ മാത്രം കിട്ടുന്നത്. സോ പ്യുവർ കൾച്ചർ കണ്ടെയ്നിങ് only a single species of organism. Now next is about strain. So what do you mean by strain? A group of pure cultures which are derived from a common source and it is thought to be same. ഒരു കോമൺ സോഴ്സ് ഡിറൈവ് ചെയ്യുന്ന പ്യുവർ കൾച്ചേഴ്സ്. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ ജനറ്റിക് വേരിയൻറ്റ് ഓർ സബ് ടൈപ്പ് ഓഫ് എ മൈക്രോ ഓർഗാനിസം. അതായത് ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഒരു ചെറിയൊരു വേരിയൻ്റാണ്, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതാണെന്ത് സ്ട്രെയിൻ. ഇപ്പോൾ ഒരു സ്പീഷീസിലല്ല, ഒരു ടൈപ്പ് സ്പീഷീസിൽ ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ഉണ്ടാവാം. സ്പീഷീസ് എന്ന് പറയുമ്പോൾ ഒരേ സ്വഭാവമുള്ള ക്യാരക്ടറുള്ള ജീവികൾ എന്നല്ലേ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് എന്താ പറയുക, ഫെർട്ടൈൽ ഓഫ് സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ സ്പീഷീസിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ അങ്ങനെയാണല്ലോ പറയാം. അപ്പോൾ നമ്മളെല്ലാവരും ഒരു സ്പീഷീസിൽ പെടുന്നതാണ്. അതുപോലെ ഈ സ്പീഷീസിൽ തന്നെ ചെറിയ ചെറിയ വ്യത്യാസം വരുമ്പോൾ അതിനെ നമ്മൾ വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്യും സ്ട്രെയിനായിട്ട്. അതിന് എക്സാമ്പിളാണ്, അതായത് ഇറ്റ് ഈസ് എ സബ് ടൈപ്പിംഗ് ദ മൈക്രോ ഓർഗാനിസംസ് സച്ച് ആസ്, ഇവിടെ നമ്മൾ സബ് ക്ലാസിഫൈ ചെയ്യുന്നത് വൈറസ്, ബാക്ടീരിയ, ഫംഗസിനൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ എ ഫ്ലൂ സ്ട്രെയിൻ, ഇറ്റ് ഈസ് ആക്ച്വലി എ ബയോളജിക്കൽ ഫോം ഓഫ് ഇൻഫ്ലുവൻസ ഓർ ഫ്ലൂ വൈറസ്. ഇൻഫ്ലുവൻസ കോസ് ചെയ്യുന്ന വൈറസിൻ്റെ ഒരു പ്രത്യേക ടൈപ്പാണ് ഇവിടെ പറയുന്ന ഫ്ലൂ സ്ട്രെയിൻ. സോ ദിസ് ഫ്ലൂ സ്ട്രെയിൻസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദർ ഡിഫറിങ് ഐസോഫോംസ് ഓഫ് സർഫസ് പ്രോട്ടീൻസ്. അപ്പോൾ ഓരോ ഫ്ലൂ സ്ട്രെയിനും ഡിഫറെൻ്റ് ആയിരിക്കും. അത് മെയിനായിട്ട് അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ സർഫസ് പ്രോട്ടീൻസ് വിച്ച് ആർ പ്രസൻറ്റ് ഓൺ ദ സർഫസ് ഓഫ് ദറ്റ് വൈറസ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ആയിട്ട് തരംതിരിക്കുന്നത്. ഇനി അടുത്തത് സ്പീഷീസാണ്. അപ്പോൾ ഒരേ ടൈപ്പ്
സ്ട്രെയിൻസ് വരുന്ന ഒരു ഗ്രൂപ്പിനാണ് എന്ത് പറയുക? സ്പീഷീസ്. എ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി സിമിലർ സ്ട്രെയിൻസ്. അപ്പോൾ സ്ട്രെയിൻസ് ആണെങ്കിലും ക്ലോസ്ലി സിമിലർ ആണെങ്കിലും ചെറിയൊരു ഡിഫറൻസ് കാണും സ്ട്രെയിൻസ് തമ്മിൽ, ചെറിയൊരു ഡിഫറൻസ്. അപ്പം അതെല്ലാം ഗ്രൂപ്പ് ചെയ്യുന്നത് ഒരു സ്പീഷീസിൻ്റെ കീഴിലായിരിക്കും. സോ എ ബയോളജിക്കൽ സ്പീഷീസ് is a group of organisms that produce with one another in nature and produce fertile offspring. ഇത് അതിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ ബാക്ടീരിയയുടെ സ്പീഷീസ് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ബേസ്ഡ് ഓൺ ദ ഷെയർഡ് ഇവല്യൂഷണറി ഹിസ്റ്ററി ആൻഡ് ആൻസിസ്ട്രി. അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്പീഷീസ് ഒരു ജീനസിൻ്റെ കീഴിൽ ഒരു പർട്ടിക്കുലർ സ്പീഷീസ് വരാം, അതുപോലെ തന്നെ ആ ജീനസിൻ്റെ കീഴിൽ വേറെയും സ്പീഷീസ് വരാം. സ്പീഷീസ് ക്യാൻ ഡിഫർ. അപ്പോൾ മെയിൻലി നമുക്ക് ഇനി ഈ സ്പീഷീസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യണം മെയിൻലി ഇൻറ്റു 2 ടൈപ്സ്: ഇൻ്റർ സ്പീഷീസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഇൻട്രാ സ്പീഷീസ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇൻ്റർ സ്പീഷീസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബിറ്റ്വീൻ ദ സ്പീഷീസ്, അതായത് ഒരു ജീനസിന് പല സ്പീഷീസ് ഉണ്ടാവും, അതിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഇൻ്റർ സ്പീഷീസ്. ഇനി ഇൻട്രാ സ്പീഷീസ് എന്ന് പറയുമ്പോൾ ഒരു സ്പീഷീസിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രെയിൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് ഇൻട്രാ സ്പീഷീസ്, ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ വിത്തിൻ ദ സ്പീഷീസ്. നൗ നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ഇൻട്രാ സ്പീഷീസ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻട്രാ സ്പീഷീസ് ക്ലാസിഫിക്കേഷൻ ആണ്. It makes an attempt to subclassify species of bacteria based on their biotype, serotype, phage type and production of bacteriocins. അപ്പോൾ നമുക്ക് എന്താണ് ടൈപ്പിംഗ്? ആദ്യം നമുക്ക് എന്താണ് ടൈപ്പിംഗ് എന്ന് അറിയണം. ബയോടൈപ്പ്, സെറോടൈപ്പ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ്? ദ മെമ്പേഴ്സ് ഓഫ് ദ സെയിം സ്പീഷീസ് ദാറ്റ് ഹാവ് സ്മോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ ഈ സ്മോൾ ഡിഫറൻസ് ഒരു സ്പീഷീസിൽ തന്നെ ഒരുപാട് എന്താ പറയുക ഓർഗാനിസംസ് വരുന്നുണ്ട്. അവ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. അതായത് ഒരു സ്പീഷീസിൽ ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ഉണ്ടാവാം. ദേ എക്സിബിറ്റ് എ വെരി സ്മോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദം ആൻഡ് ദിസ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ ടൈപ്പിംഗ് മെത്തേഡ്സ്. സോ ദ പ്രോസസ് ഓഫ് ഡിഫറൻഷിയേറ്റിംഗ് സ്ട്രെയിൻസ്. അപ്പോൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും നമ്മൾ സ്ട്രെയിൻസിനെ? based on their phenotypic and genotypic difference. അതാണ് എന്ത്? ടൈപ്പിംഗ്. ഇപ്പോൾ ബാക്ടീരിയൽ ടൈപ്പിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു കൺഫേം ഓർ റെഫ്യൂട്ട് എപ്പിഡെമിയോളജിക് എവിഡൻസ് ദാറ്റ് കേസസ് ആർ ലിങ്ക്ഡ് ഓർ ദാറ്റ് എ പെർട്ടിക്കുലർ ഫുഡ് ഐറ്റം, വാട്ടർ സോഴ്സ് ഓർ ഫോമേറ്റ് വാസ് ദ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. അപ്പോൾ മെയിൻലി ബാക്ടീരിയൽ ടൈപ്പിംഗ് ഒക്കെ വരുന്നത് എപ്പിഡെമിയോളജിക്കൽ സ്റ്റഡീസിലാണ്. എന്തെങ്കിലും സോഴ്സ്, അപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉള്ള കേസിൽ എവിടെ നിന്നാണ് സോഴ്സ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്ടീരിയൽ ടൈപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ് കോമൺ ആപ്ലിക്കേഷൻ ബാക്ടീരിയൽ ടൈപ്പിംഗ് കൂടുതൽ ആപ്ലിക്കബിൾ ആവുന്നത് എപ്പിഡെമിയോളജിക്കൽ സ്റ്റഡിയിലാണ്. എസ്പെഷ്യലി എന്തെങ്കിലും ഫുഡ് പോയ്സണിങ് ഔട്ട് ബ്രേക്കോ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ അതിൻ്റെ ഔട്ട് ബ്രേക്ക് ഉണ്ടാവും, അതിൻ്റെ സോഴ്സ് കണ്ടെത്തണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ബാക്ടീരിയൽ ടൈപ്പിംഗ് ഒക്കെ സാധാരണ ചെയ്യാറ്, എസ്പെഷ്യലി ഇൻ എപ്പിഡെമിയോളജിക്കൽ സ്റ്റഡി. Next is about typing methods. It is sometimes important to analyze multiple isolates within a given species. ചില സമയത്ത് നമുക്കത് അത്യാവശ്യമായിട്ട് വരും. ഒരു സ്പീഷീസിൽ തന്നെ ഡിഫറെൻറ്റ് ഐസൊലേറ്റ്സ് ഉണ്ടാവാം ടു ഡിറ്റർമിൻ വെദർ ദേ റെപ്രസെൻറ്റ് ഒന്നുകിൽ ഒരേ സിംഗിൾ സ്ട്രെയിനിലത്തെയാണോ ഓർ മൾട്ടിപ്പിൾ സ്ട്രെയിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണോ നമുക്കറിയണം. സോ ഇഫ് എ സ്പീഷീസ് ഓഫ് ബാക്ടീരിയ isolated and cultivated in the laboratory, it is known as strain. Okay, ഒരു സ്പീഷീസ് ഓഫ് ബാക്ടീരിയ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്, ലബോറട്ടറിയിൽ കൾട്ടിവേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് നോൺ ആസ് സ്ട്രെയിൻ. എ സിംഗിൾ ഐസൊലേറ്റ് വിത്ത് ഡിസ്റ്റിങ്ക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് മേ ഓൾസോ റെപ്രസെൻറ്റ് സ്ട്രെയിൻ. ഓക്കെ, ദ മെമ്പേഴ്സ് ഓഫ് ദ സെയിം സ്പീഷീസ് that have small difference between them. അപ്പോൾ അതായത് ഒരു സ്പീഷീസിൽ തന്നെ ഡിഫറെൻറ്റ് മെമ്പേഴ്സ് ഉണ്ട്, അവർ തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസുകൾ കാണിക്കുന്നുണ്ടാവും, അതും ഡിസ്റ്റിങ്വിഷ് ചെയ്യണം. അപ്പോൾ ഈ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് അതെല്ലാം ഡിസ്റ്റിങ്വിഷ് ചെയ്യാറ്. സോ ദ സ്പീഷീസ് ഈസ് സബ്ഡിവൈഡഡ് ഇൻ ടു സബ് സ്പീഷീസ്, സബ് ഗ്രൂപ്പ്സ്, ബയോടൈപ്സ്, സീറോടൈപ്സ്, വേരിയൻസ് എക്സെട്ര.
അപ്പോൾ now these typing methods are also useful in hospital infection control, epidemiological studies, understanding the pathogenesis of infection. ഇപ്പോൾ മെയിനായിട്ട് ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ ഇത് യൂസ് ചെയ്യുന്നത് ടു ഡിറ്റർമിൻ വെദർ എ സെറ്റ് ഓഫ് ഐസൊലേറ്റ്സ് ഒബ്റ്റെയിൻ ഫ്രം വൺ പേഷ്യൻറ്റ് റെപ്രസെൻറ്റ് എ സിംഗിൾ ഇൻഫെക്റ്റീവ്, അതായത് ഒരു പേഷ്യൻറ്റിൽ നിന്ന് കിട്ടിയ ഐസൊലേറ്റ്സ്, അതായത് ഓർഗാനിസം, അത് സിംഗിൾ ഇൻഫെക്റ്റിംഗ് സ്ട്രെയിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണോ അതോ മൾട്ടിപ്പിൾ കണ്ടാമിനൻസ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ. പിന്നെ ഇറ്റ് ഓൾസോ ഡിറ്റർമിൻ വെദർ എ സീരീസ് ഓഫ് ഐസൊലേറ്റ്സ് ആർ ഒബ്റ്റെയിൻ ഓവർ ടൈം represent the relapse of an infection due to single strain or a separate episodes of disease due to different strains. അപ്പോൾ അത് ഇപ്പോൾ ഇൻഫെക്ഷന് റിലാപ്സ് ആണോ അതോ ഡ്യൂ ടു സിംഗിൾ സ്ട്രെയിൻ, ഒരേ സ്ട്രെയിൻ തന്നെ വരുത്തുന്ന ഇൻഫെക്ഷൻ ആണോ അതോ സെപ്പറേറ്റ് സ്ട്രെയിൻസ് വരുത്തുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പിംഗ് മെത്തേഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ടു ഫൈൻഡ് ഔട്ട് the different members within a species. Now the criteria for evaluating typing system. That one is typability. First criteria is ability to obtain unambiguous positive result for each isolate analyzed. Non-typable isolates are those that give either a null or uninterpretable results. Next is about reproducibility. Reproducibility എന്ന് പറയുമ്പോൾ it is the ability of the technique to yield same result when the same strain is, അതായത് ഒരേ സ്ട്രെയിൻ റിപ്പീറ്റഡ്ലി ടെസ്റ്റ് ചെയ്യുമ്പോഴും ഒരേ റിസൾട്ട് തന്നെയാണ് വരുന്നത്. So that is a reproducibility എന്ന് പറഞ്ഞ criteria. Next is discriminatory power. It is the ability to differentiate among അൺറിലേറ്റഡ് സ്ട്രെയിൻസ്, അതായത് ഒരു ബന്ധമില്ലാത്ത സ്ട്രെയിൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. ഐഡിയലി ഈച്ച് അൺറിലേറ്റഡ് ഐസൊലേറ്റ് ഇസ് ഡിറ്റക്റ്റഡ് ആസ് യുണീക്ക്. നെക്സ്റ്റ് ഈസ് ഈസ് ഓഫ് പെർഫോമൻസ്. ടു ബി വൈഡ്ലി യൂസ്ഫുൾ, എ ടൈപ്പിംഗ് മെത്തേഡ് ഷുഡ് ബി ആപ്ലിക്കബിൾ ടു ബ്രോഡ് റേഞ്ച് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആസ് വെൽ ആസ് ഇൻഎക്സ്പെൻസീവ് ആൻഡ് ടെക്നിക്കലി ഈസി. The last one is ease of interpretation. The typing methods must produce a reproducible and unambiguous result that can be interpreted easily. Now, in typing methods main ആയിട്ട് രണ്ട് ടൈപ്പാണ്, ഫീനോടൈപ്പിക് ആൻഡ് ജീനോടൈപ്പിക്. ഇവിടെ നമുക്ക് ഫീനോടൈപ്പിക്കിൻ്റെ ആവശ്യമുള്ളൂ. മെയിൻലി വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ഇൻട്രാ സ്പീഷീസ് ക്ലാസിഫിക്കേഷൻ. So those that detect the characteristics expressed by the microorganism and the genotypic. അപ്പോൾ ഈ ഫീനോടൈപ്പിക് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്രസ്ഡ് ബൈ ദ മൈക്രോ ഓർഗാനിസം, നമുക്ക് കാണുന്ന ക്യാരക്ടേഴ്സ്. ജീനോടൈപ്പിക് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇൻവോൾവ് ഡയറക്റ്റ് DNA അനാലിസിസും അതുപോലെ തന്നെ ക്രോമോസോമൽ ഓർ എക്സ്ട്രാ ക്രോമോസോമൽ ജനറ്റിക് എലമെൻറ്റ് പ്ലാസ്മിഡ് അനാലിസിസ് ഒക്കെയാണ് ജീനോടൈപ്പിക് ടെക്നിക്സിൽ വരുന്നത്. ഇനി നമുക്കിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് ഫീനോടൈപ്പിക് ടെക്നിക്സ് ആണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ ഫീനോടൈപ്പിക് പ്രോപ്പർട്ടീസ്. ആക്ച്വലി ദിസ് ഫീനോടൈപ്പിക് പ്രോപ്പർട്ടീസ് ആർ ദ പ്രോപ്പർട്ടീസ് ലൈക്ക് ഷേപ്പ്, സൈസ്, staining properties, biochemical properties, antigenic properties. This can be measured without reference to the genome. Genome നോക്കേണ്ട കാര്യമില്ല, ഇത്തരം ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കി പറയാം. So these phenotypic methods are limited by capacity of the microorganisms to alter the expression of genes, then which may occur spontaneously or in response to the environmental stimuli. So the phenotypic methods എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലിമിറ്റഡ്. അപ്പോൾ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കപ്പാസിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസം ടു ആൾട്ടർ ദ എക്സ്പ്രഷൻ ഓഫ് ദ ജീൻസ് വിച്ച് മേ അക്കർ സ്പോണ്ടേനിയസ്ലി. അപ്പോൾ ഈ ജീൻസിൻ്റെ എക്സ്പ്രഷൻ ദിസ് മേ ഒക്കർ സ്പോണ്ടേനിയസ്ലി ഓർ ഇൻ റെസ്പോൺസ് ടു ദ എൻവയോൺമെൻറ്റൽ സ്റ്റിമുലി. The cells which are genetically indistinguishable may have quite distinct phenotypes.
ജനറ്റിക്കലി അതായത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്ത ഓർഗാനിസം